പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സാറേ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? സിമ്പിളാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചാപ്റ്റർ വൈസ് ആയിട്ട് പറഞ്ഞുതരാം. സോ നിങ്ങൾ ഓൾറെഡി സാറേ ഞാനൊക്കെ പഠിച്ച സെറ്റാണ്, അങ്ങനെയാണെങ്കിൽ റിവൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുക. സാറേ ഞാൻ ഒന്നും പഠിച്ചില്ല, ഇന്ന് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടൊന്ന് എക്സാമിന് പോകണം, കാരണം 20 മാർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് മാത്രം വരും. സോ എങ്ങനെയാണ് ആ 20 മാർക്ക് അറ്റൻഡ് ചെയ്യാം? സിമ്പിളാണ്. ഒന്ന്, ഫസ്റ്റ് ചാപ്റ്റർ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ CAS ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ അതിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഇത് രണ്ടും ഏകദേശം സെയിമാണ്. രണ്ടും നമ്മൾ ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ ഒരേ പോയിന്റ്സ് പഠിച്ചാൽ മതി. ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ചെയ്യാം നിങ്ങൾ പഠിക്കുക. 3 മാർക്കിന് വരെ എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കും. ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സുകളുണ്ടാവും. സെക്യൂരിറ്റി ഫീച്ചേഴ്സ് മീൻസ് എന്താ? അതിൻ്റെ ഡാറ്റ ഓഡിറ്റ്, ഡാറ്റ വോൾട്ട്, പാസ്വേഡ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്, അത് പഠിച്ചു വെക്കുക. ദെൻ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് 5 പില്ലേഴ്സ് ഉണ്ട്. ഡാറ്റ, പ്രൊസീജിയർ, പീപ്പിൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്നുള്ള അതെന്ത് ചെയ്യുക? ഫസ്റ്റായിട്ട് പഠിക്കുക. ഗ്രൂപ്പിംഗ് എന്താ, കോഡിഫിക്കേഷൻ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. കോഡിഫിക്കേഷന് 3 ടൈപ്സ് പഠിക്കുക. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഏതെങ്കിലും 2 ഐറ്റംസുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. ജസ്റ്റ് പേരും അതെന്താ സംഭവം. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം അതിൻ്റെ പേര് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകും. സോ അത് കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇത് തന്നെ എന്ത് ചെയ്യും? ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഫസ്റ്റ് ചാപ്റ്റർ മിക്കവാറും ചോദിക്കും. രണ്ടാമത്തെ ചാപ്റ്ററാണ് സ്പ്രെഡ്ഷീറ്റ്. ഇത് വലിയ ചാപ്റ്ററാണ്, ഇത് ഒരുപാട് പഠിക്കാനുണ്ടാവും. പക്ഷേ നിങ്ങൾ ഇത് മാത്രം പഠിച്ചു പോയത്. എന്തൊക്കെയാണ്? സെൽ എന്താ, റോ എന്താ, കോളം എന്താണ്, റേഞ്ച് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ സെൽ റെഫറൻസിൻ്റെ 3 ടൈപ്പ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കി വെക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസിൽ ഒരു 3 നിങ്ങൾ പഠിക്കുക. റൗണ്ട് ഫംഗ്ഷൻ കാര്യങ്ങൾ, റൗണ്ട് അപ്പ്, റൗണ്ട് ഡൗൺ, ആ റൗണ്ട് ഫംഗ്ഷൻ 2-3 എന്ത് ചെയ്യുക? നോക്കി വെക്കുക. ദെൻ ലാസ്റ്റ് സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫീച്ചേഴ്സുകൾ ജസ്റ്റ് നോക്കി വെക്കുക. എന്തൊക്കെ സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫീച്ചേഴ്സ് നോക്കി വെക്കുക. ഇത് മാത്രം പഠിച്ചാൽ മതി. ബാക്കി ഇപ്പോൾ സ്കിപ്പ് ചെയ്യണോ? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് റിവൈസ് ചെയ്താൽ മാത്രം മതി. ഇതുവരെ പഠിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? ഇത് മാത്രം പഠിച്ചിട്ട് എക്സാമിന് പോയാൽ മതി. ദെൻ 4ാമത്തെ ചാപ്റ്റർ എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് സ്പ്രെഡ്ഷീറ്റ്. അതിലെ പേറോൾസിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്? പേറോൾസിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ബേസിക് പേ, DA, അലവൻസുകൾ എന്തൊക്കെ മൈനസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ആ കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? നോക്കി വെക്കുക. ദെൻ PMT, അതേപോലെ DBSL, ഇതൊക്കെ എന്താ? PMT ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കാണല്ലോ. എന്താ PMT എന്ന് പറഞ്ഞാൽ? നമ്മുടെ EMI കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ ഇക്വേഷൻസുകൾ, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, ഡിഫറെൻറ്റ് മെത്തേഡുകളിൽ ഡിപ്രീസിയേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് മാത്രം എക്സാമിന് പോയാൽ മതി. ആ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററാണ് ചാർട്ട് ആൻഡ് ഗ്രാഫ്സ്. ചാർട്ട് ആൻഡ് ഗ്രാഫ്സിലെ ചാർട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്സുകളും ചാർട്ട് അതിൻ്റെ ടൈപ്പ് ചേഞ്ച് ചെയ്യാനുള്ള സ്റ്റെപ്പുകളും പഠിക്കാം. ചാർട്ടിൻ്റെ വ്യത്യസ്ത ടൈപ്പുകൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് പഠിക്കാം. ദെൻ ചാർട്ടിൻ്റെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ ആ എലമെൻറ്റ്സിൽ ലെജൻഡ് എന്നാൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് നോക്കുക. ലെജൻഡ് ചിലപ്പം ചോദിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അടുത്ത കാര്യം എന്താണ്? ജുനു കാത്തുമായി ബന്ധപ്പെട്ട് ജുനു കാത്തിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കാം. വൗച്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് പഠിച്ചു വെക്കാം. വൗച്ചറിൻ്റെ കീസ് ഉണ്ട്, F7, F6, അതായത് റെസിപ്റ്റിന് ഏത് വൗച്ചറാണ്, പേയ്മെൻറ്റ് ഏത് വൗച്ചറാണ്, അത് നിങ്ങൾ പഠിച്ചു വെക്കാം. ഗ്രൂപ്പ്സ് ആൻഡ് സബ് ഗ്രൂപ്പ്സ്. ഇപ്പം ക്യാഷ് ഏതിലാണ് വരിക? ക്യാഷ് കറണ്ട് അസറ്റിലാണ് വരിക, അല്ലെ? കറണ്ട് അസറ്റിലാണ് ക്യാഷ് വരിക. സോ അത്തരത്തിൽ ഗ്രൂപ്പും സബ് ഗ്രൂപ്പും പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൽ തന്നെ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ്സും സബ് ഗ്രൂപ്പും ഈസി ആയിരിക്കും. ഒരു റിപ്പോർട്ട് എങ്ങനെ ക്രിയേറ്റ്? റിപ്പോർട്ടിൻ്റെ സ്റ്റെപ്സ് വളരെ ഈസിയാണെന്നാണ്. ഈ ജുനുക്കാത്തിന് വിൻഡോസിൻ്റെ നേരെ എന്ത് ചെയ്യുക? റിപ്പോർട്ട് എടുക്കുക. റിപ്പോർട്ടിൽ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യേണ്ട. വളരെ ഈസി. ജസ്റ്റ് ആ ഒരു നമ്മുടെ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെയൊക്കെ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറി പോർഷൻസ് ഒരു നോട്ട്സ് ആയിട്ട് തന്നിട്ട് അതിൽ റിപ്പോർട്ട്സിനൊക്കെ ഡിഫറെൻറ്റ് സ്റ്റെപ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം റിപ്പോർട്ട്സിൻ്റെ സ്റ്റെപ്പ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവസാന ചാപ്റ്ററാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ എന്താണ് ഫോം, എന്താണ് ടേബിൾ, എന്താണ് ക്യൂറി, എന്താണ് റിപ്പോർട്ട് എന്ന് മാത്രം നോക്കി വെക്കുക. അതുപോലെ പിവോട്ട് ടേബിൾ എന്താണെന്ന് നോക്കുക. അത് 2 മാർക്കിനൊക്കെ ചോദിക്കും സാധ്യതയുണ്ട്. സെറ്റല്ലേ? അപ്പം 1, 2, 3, 4, 5, 6 ചാപ്റ്ററിനായി നമുക്ക് ഏകദേശം 26+ ക്വസ്റ്റ്യൻ ചോദിക്കും. അത് 26 മാർക്കോ? 20 മാർക്കേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓപ്ഷനലാണ്. അപ്പം എന്ത് ചെയ്യാം? ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാം. മക്കളെ, കമ്പ്യൂട്ടേഴ്സ് കൊണ്ട് നമുക്ക് പൊളിക്കണം. അക്കൗണ്ടൻസിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫുൾ മാർക്ക് വാങ്ങണം. ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്.